നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമേഖലയിൽ വിശ്രമമില്ലാതെ രക്ഷാദൌത്യം. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോയെന്ന് തിരയാൻ ചൂരൽമലയിൽ ഐബോർഡ് പരിശോധന. ഭൂമിയിലും വീടിനും വിള്ളൽ. ശാന്തിഗിരി കൈലാസം പടിയിൽ തയ്യിൽ ഷൈനിയും കുടുംബവും കഴിയുന്നത് ഭീതിയോടെ. ഭൂമിയിലും റോഡിലും വിള്ളൽ. കണിച്ചാർ കേളകം പഞ്ചായത്തുകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കാണാതായ വയോധികനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായത്. അപകടക്കെണിയൊരുക്കി ഇരിട്ടി പാഞ്ചേരി മുക്കിലെ റോഡിലെ കുഴി. ചാണപ്പാറയിലും റോഡരികിലെ കുഴി വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തും. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തം കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് തിരയാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഐബോർഡ് പരിശോധനയും നടക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലും ചാലിയാറിലുമാണ് വ്യാപകമായ തിരച്ചിൽ നടക്കുന്നത്. ദുരന്ത മേഖലയിൽ വിശ്രമമില്ലാതെ സൈന്യവും പോലീസും അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ തുടരുകയാണ്. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് തിരയാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഐബോർഡ് പരിശോധനയും നടക്കുന്നുണ്ട്. അത്യാധുനിക റഡാർ സംവിധാനമാണ് ചൂരൽമലയിലെ തിരച്ചിലിനായി ഉപയോഗിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തുടരുന്ന രക്ഷാപ്രവർത്തനം എത്രനാൾ വേണമെന്ന കാര്യം തീരുമാനിക്കുക സൈന്യമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സൈന്യം പറയുന്നത് പോലെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകുന്നതെന്നും രക്ഷാപ്രവർത്തനം എപ്പോൾ നിർത്തണമെന്നത് സൈന്യത്തിന്റെ തീരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കൽപ്പറ്റ SDM LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു എന്നിവർ സന്ദർശിച്ചു. ദുരിതബാധിതർക്കായി സാധ്യമാവുന്നതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പുനരധിവാസം പരമാവധി വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയിലും വീടിനും വിള്ളൽ സംഭവിച്ച് പേടിയോടെ കഴിയുന്ന ഒരു കുടുംബമുണ്ട്. ശാന്തിഗിരി കൈലാസം പടിയിൽ തയ്യിൽ ഷൈനിയും കുടുംബവുമാണ് ഈ പെരുമഴക്കാലത്തും പേടിയോടെ കഴിയുന്നത്. ഭയങ്കര വിഷമമുണ്ട്. ഒരു സഹായത്തിന് പോലും വരാൻ ആരുമില്ല. ഞാൻ വളരെ പേടിച്ച ഇവിടെ കഴിയുന്നത്. എത്രയും വേഗം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇനി ഞങ്ങൾക്ക് ഈ വയനാട്ടിലെ സംഭവം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഭൂമിയിലും വീടിലും വിള്ളൽ സംഭവിച്ച് പേടിയോടെ കഴിയുകയാണ് ശാന്തിഗിരിയിലെ തയ്യൽ ഷൈനിയും കുടുംബവും. 2018 ആരംഭിച്ച വിള്ളൽ വർഷം തോറും വലുതായി ഏതു നിമിഷവും വീട് തകർന്നു വീഴാക്കാമെന്ന അവസ്ഥയിലാണ്. കൈലാസം പടിയിൽ നിന്നും 150 മീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രമേ ഷൈനിയുടെ വീട്ടിൽ എത്താൻ കഴിയുകയുള്ളൂ. ഇതിനിടയിലാകട്ടെ ഭൂമിയിലെ വിള്ളലുകൾ നിരവധി കാണുകയും ചെയ്യാം. 2022 വരെ ഈ പ്രദേശത്ത് 4 വീട്ടുകാരാണ് താമസിച്ചിരുന്നത്. എന്നാൽ 2022 3 കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ നൽകി ഇവരെ മാറ്റി പാർപ്പിച്ചു. 2018 മുതൽ 6 വർഷത്തോളമായി ഷൈനിയും കുടുംബവും ഈ വിള്ളൽ സംഭവിച്ച വീട്ടിലാണ് കഴിയുന്നത്. നിലവിൽ ഈ പ്രദേശത്ത് ഷൈനിയുടെ ഒരു വീട് മാത്രമാണ് നിലവിലുള്ളത്. ബാക്കി ഷൈനി തന്നെ പറയും. ഞങ്ങളുടെ ഈ വീടിന് വിള്ളൽ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി. ഇത് ആദ്യം ഇവിടെയൊക്കെ ഒരു ചെറിയൊരു വര മാത്രമേ ഉള്ളായിരുന്നു. അതിപ്പം നന്നായിട്ട് വിണ്ടു. ഇതിൻ്റെ തറ മുതൽ വിള്ളാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ വെണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വിണ്ടു. ഞങ്ങൾക്ക് ഈ കതകൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. കട്ടളയെല്ലാം ഇങ്ങനെ തള്ളി പോകുന്നുണ്ട്. അപ്പോൾ ഈ വിള്ളലിൻ്റെ കാരണം എന്നാന്ന് ഇങ്ങനെ അധികാരപ്പെട്ടവർ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ സർക്കാരിൻ്റെ ആളുകൾ ജിയോളജിക്കാർ വന്ന് അവരിതാ ഇവിടെ 2022 അവർ വന്ന് ഇതെല്ലാം അടയാളപ്പെടുത്തി കട്ടളയെല്ലാം ഇങ്ങനെ തള്ളി പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അയൽവക്കത്ത് ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം സർക്കാരിൻ്റെ സഹായം കിട്ടി. അവർ ഇവിടുന്ന് മാറിപ്പോയി. ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവും മകനും ഉണ്ട്. അവർ പുറത്ത് പോയി കഴിയുമ്പം ഞാൻ തന്നെ താമസിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു സഹായത്തിന് പോലും വരാൻ ആരുമില്ല. ഞാൻ വളരെ പേടിച്ച ഇവിടെ കഴിയുന്നത്. എത്രയും വേഗം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇനി ഞങ്ങൾക്ക് ഈ വയനാട്ടിലെ സംഭവം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി.
എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തോടാണ്. അതിൽ ഉരുളുപൊട്ടി ഇങ്ങനെ വരും, വെള്ളം പൊങ്ങും. ഞങ്ങൾക്ക് സ്ഥലത്ത് കൃഷിയൊന്നും ചെയ്യത്തില്ല. ആടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും വളർത്താൻ പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പറമ്പിൽ കൂടെ പോകുമ്പം ഭൂമി വീണ്ടു പോവുമോ, എന്തെങ്കിലും മൃഗങ്ങളും എല്ലാം പെരുകി ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പം പറമ്പെല്ലാം ഭയങ്കര വനമായി. 150 മീറ്റർ റോഡിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരണം. വഴിയില്ല. നടപ്പ് വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതം പിടിച്ച ഒരു നടപ്പ് വഴിയാണ്. അവരിപ്പോൾ 2 വർഷം മുന്നേ അവർ മാറിപ്പോയി. 2 വർഷമായിട്ട് ഞങ്ങൾ തന്നെ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ഈ വീടിന് വിള്ളൽ ഇത് കൂടി വരുന്നുണ്ട്. ഭയങ്കര മഴ വരുമ്പം നടക്കുന്ന വഴിയിലും വെള്ളം കെട്ടിയിട്ട് ആ വെള്ളം താണു പോവാ. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ചതുപ്പിൽ കാല് താന്നു പോവാ. ഞങ്ങളുടെ ഇങ്ങോട്ട് ഇറങ്ങി വരാനോ കയറി പോകാനോ പറ്റുന്നില്ല. എന്തെങ്കിലും വന്ന ഒരു മനുഷ്യർക്ക് ഓടി വരണമെങ്കിൽ പോലും വഴിയില്ല. 5 തവണയായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഷൈനിക്ക് സർക്കാർ ധനസഹായം നൽകുമെന്ന പ്രതീക്ഷയിലാണ്. വയനാട്ടിലെ ഭീതിജനകമായ ഉരുൾപൊട്ടൽ മനസ്സിൽ നിന്നും മാറാതെ നിൽക്കുന്ന ഘട്ടത്തിൽ പേടിയോടെ കഴിയുന്ന ഈ കുടുംബത്തിന് അടിയന്തര സർക്കാർ ധനസഹായം നൽകണമെന്നാണ് ആവശ്യം. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. ഭൂമിയിലും റോഡിലും വിള്ളൽ സംഭവിച്ച കണിച്ചാർ കേളകം പഞ്ചായത്തുകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം കണിച്ചാർ പഞ്ചായത്തിലെ നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡ്, കേളകം ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾക്കും വീടുകൾക്കും വിള്ളൽ വീണ കൈലാസംപടി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ADM കെ നവീൻ ബാബുവിന്റെ നേതൃത്വത്തിൽ KSDM ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് GS പ്രദീപ്, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിജിത് H എന്നിവരാണ് സന്ദർശനം നടത്തിയത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചക്കകം DDMA ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് വിദഗ്ധ സംഘം സ്ഥലത്ത് എത്തിയത്. കണിച്ചാർ പഞ്ചായത്തിലെ നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡിൽ 29-ാം മൈലിൽ വലിയ വിള്ളൽ വീണതിനെ തുടർന്ന് റോഡ് ഇടിഞ്ഞു താണ ഭാഗം സംഘം പരിശോധിച്ചു. 8-ാം വാർഡിലെ സെമിനാരി വില്ലയിൽ ഭൂമി ഇടിഞ്ഞു താണ ഭാഗവും സന്ദർശിച്ചു. ഇരട്ടി തഹസിൽദാർ ലാലിമോൾ, ഡെപ്യൂട്ടി തഹസിൽദാർ സിജോയ് കെ പോൾ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, വാർഡ് മെമ്പർ ഷോജറ്റ് ചന്ദ്രൻകുന്നൽ തുടങ്ങിയവരുമായും പ്രദേശവാസികളുമായും സംഘം ചർച്ച നടത്തി ഉടനടി സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിച്ചു. കേളകം ഗ്രാമപഞ്ചായത്തിൽ റോഡുകൾക്കും വീടുകൾക്കും വിള്ളൽ വീണ കൈലാസംപടിയും സംഘം സന്ദർശിച്ചു. വീടുകൾ സന്ദർശിച്ച് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, വാർഡ് മെമ്പറായ സജീവൻ പാലുമി, ഷിജി സുരേന്ദ്രൻ, പ്രദേശവാസികൾ എന്നിവരുമായും വിദഗ്ധ സംഘം ചർച്ചകൾ നടത്തി. സോയിൽ പൈപ്പിംഗ് മൂലം ഭൂമിക്ക് വിള്ളൽ വീണ കൈലാസംപടിയിൽ ഇന്ന് ADM നവീൻ ബാബുവിൻ്റെയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഹസാർഡ് അനലിസ്റ്റ് ഡോക്ടർ GS പ്രദീപിൻ്റെ നേതൃത്വത്തിൽ പഠനം നടത്തുകയുണ്ടായി. വളരെ വിശദമായി പരിശോധിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുക്കും. തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ മേഖലയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. വയനാട് ദുരന്തം കൊട്ടിയൂർ SNDP ശാഖായോഗത്തിന്റെ ചതയദിന ആഘോഷ പരിപാടികൾ ക്ഷേത്ര ചടങ്ങുകളിൽ ഒതുക്കും. ആഘോഷ പരിപാടികൾക്കായി സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൊട്ടിയൂർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം ആഘോഷിക്കാനിരുന്ന ചതയദിന പരിപാടികൾ ക്ഷേത്ര ചടങ്ങുകളിൽ ഒതുക്കാൻ തീരുമാനിച്ചതായും ആഘോഷ പരിപാടികൾക്കായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും തീരുമാനിച്ചതായി കൊട്ടിയൂർ SNDP ശാഖായോഗം പ്രസിഡന്റ് P. തങ്കപ്പൻ മാസ്റ്റർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. എല്ലാ വർഷവും ആഘോഷപൂർവ്വം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ വയനാട് ജില്ലയിലുണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചതയദിനാഘോഷ പരിപാടികൾ ലഘൂകരിക്കുന്നതിന് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചതയദിന പരിപാടികളുടെ ഭാഗമായി മുഴുവൻ ശാഖായോഗങ്ങളുടെയും കുടുംബങ്ങളിൽ അവരെ സന്ദർശിച്ച് ഈ ദുരിതാശ്വാസ നിധിയിലേക്കൊരു സംഭാവന കൊടുക്കുന്നതിന് വേണ്ടി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരമാവധി സംഖ്യ സ്വരൂപിച്ച് കഷ്ടത അനുഭവിക്കുന്ന ആ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി സംഖ്യ സ്വരൂപിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോഴേ സംയുക്ത യോഗം തീരുമാനിച്ചിട്ടുള്ളത്.
ഈ കൊട്ടിയൂർ SNDP ശാഖായോഗം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ SNDP ശാഖായോഗം സെക്രട്ടറി സുനീഷ് തേന്മാങ്കുഴി, വൈസ് പ്രസിഡന്റ് PR ലാലു, PG ജയരാജൻ, CK വിനോദ്, വത്സ ചന്ദ്രൻ, വത്സ കൈപ്പാടം, KR വിദ്യാനന്ദൻ, പസന്ത് എന്നിവർ പങ്കെടുത്തു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിക്കാൻ അനുവാദം കിട്ടുന്ന മുറയ്ക്ക് സന്ദർശിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേരളം. കാണാതായ വയോധികനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിനെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും നടത്തിയ അന്വേഷണത്തിൽ വീട്ടിന് സമീപത്തുള്ള കക്കുവപ്പുഴയോരത്ത് വർഗീസിന്റെ കൂട കണ്ടെത്തി. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയും ഞായറാഴ്ചയും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. സ്വർണ്ണക്കമ്മൽ ഊരി നൽകിയ ആരോഗ്യ പ്രവർത്തക. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് പായം കരിയാലിലെ VP സുജിതയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി DYFIയുടെ നേതൃത്വത്തിൽ വീടുകൾ വച്ചു നൽകുന്നതിന് പണം കണ്ടെത്തുവാൻ വേണ്ടി കമ്മൽ ഊരി നൽകിയത്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ DYFIയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ വെച്ച് നൽകുന്നതിന് വിവിധ പ്രവർത്തനങ്ങളിലൂടെ പണം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് പായം കരിയാലിലെ VP സുജിത തന്റെ സ്വർണ്ണക്കമ്മലുകൾ DYFI പ്രവർത്തകർക്ക് ഊരി നൽകിയത്. ഭർത്താവ് ശ്രീജിത്തിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീജിത്തും കുടുംബവും പിന്തുണച്ചു. ഇതോടെയാണ് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സുജിത ഇട്ടിരുന്ന കമ്മലുകൾ DYFI നേതാക്കൾക്ക് ഊരി നൽകിയത്. വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സ് കൂടിയായിട്ടുള്ള സുജിത നമ്മുടെ DYFIയുടെ പായം മേഖല ട്രഷററായ സഖാവ് ശ്രീജിത്തിൻ്റെ ഭാര്യ കൂടിയാണ്. റീബിൽഡ് വയനാടിൻ്റെ ഭാഗമായി സ്വന്തം കമ്മൽ നമുക്ക് വയനാട് DYFI നിർമ്മിച്ച് നൽകുന്ന 25 വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ സുജിത ദമ്പതികളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ നമുക്കറിയാം. സമൂഹത്തിൽ വളരെ സാധാരണക്കാരായി ജീവിക്കുന്ന രണ്ടാളുകളാണ്. ഇത്തരത്തിൽ അവരുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും മറന്നുകൊണ്ട് വയനാട് കഷ്ടപ്പെടുന്ന സർവ്വതും നഷ്ടപ്പെട്ട പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നത് വലിയ ആവേശപൂർവമായ അനുഭവമാണ്. DYFI ഇത് ഏറ്റുവാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഇതേ നിലയിൽ ഇനിയും സഹായങ്ങൾ ഉണ്ടാവണം. വലിയ ആവേശകരമായ അനുഭവമാണ്. ഇത്തരത്തിൽ ഈ റീബിൽഡ് വയനാട് പ്രഖ്യാപിച്ചതിന് ശേഷം 25 വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷം ആകെ തന്നെ ഉണ്ടാകും നിരവധിയായ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്കിങ്ങനെ ആളുകൾ തിരുന്നു നൽകേണ്ടതുണ്ട്. DYFI ഇരട്ടി ബ്ലോക്ക് സെക്രട്ടറി സിദ്ധാർത്ഥ് ദാസ്, DYFI നേതാക്കളായ P ശ്യാംജിത്ത്, അജോഷ് നുച്ചാടുകുന്ന്, വിപിൻ പായം, ശ്രീജിത്ത് തുടങ്ങിയവർ കമ്മൽ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അപകടക്കെണിയൊരുക്കി ഇരിട്ടി പയഞ്ചേരി മുക്കിലെ കുഴി. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പെട്രോൾ പമ്പിന് സമീപത്തെ കുഴിയാണ് ഇരുചക്രവാഹന യാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നത്. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പയഞ്ചേരി മുക്കിൽ കൈരാതകിരാത ക്ഷേത്രത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തുള്ള റോഡിലെ കുഴിയാണ് ഇരുചക്രവാഹന യാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നത്. വർഷങ്ങളായുള്ള കുഴി ഇപ്പോൾ വലുതായി. പരിചയമില്ലാത്ത ആളുകൾ പലപ്പോഴും കുഴിയിൽ വീഴാറുണ്ട്. രാത്രി യാത്രയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. ടാറിംഗ് റോഡിൽ തന്നെ ചെറിയ വട്ടത്തിൽ ആഴത്തിലുള്ള കുഴിയാണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് വില്ലനാവുന്നത്. ഇതിനകം തന്നെ നിരവധി പേർ ഇവിടെ വീണ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കീഴൂരിലെ ബേക്കറി കടയുടമ രാജീവനും ഇരുചക്രവാഹനത്തിൽ ഇതുവഴി പോകുമ്പോൾ ഈ കുഴിയിൽ വീണ് കാലിന് പരിക്ക് പറ്റി. ഞാൻ രാത്രി 9 മണിക്ക് ടൗണിലോട്ട് പോകുമ്പോൾ ഇവിടെ വീണ് ബേക്കിൽ വരുന്ന വാഹനം കയറാതിരുന്നത് കുറേ ആൾക്കാർ ഓടി വന്ന് തടഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ 2 പേരുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലാവുമായിരുന്നു. കുഴി പെട്ടെന്ന് കാണൂല്ലേ? കാണൂല. അവിടെ കാണാൻ റോഡിന് സെയിം ഇതല്ല. രാത്രിയാണ് കൂടുതൽ പ്രശ്നം. രാത്രി 9 മണിക്ക് വരെ. പകലും മഴയുണ്ട് കാണൂല. റോഡിൽ വീണ് കിടക്കുന്ന സമയം മറ്റു വാഹനങ്ങൾ ദേഹത്ത് കയറാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് രാജീവൻ പറഞ്ഞു. ഇതാണ് ഇവിടത്തെ അവസ്ഥ. കോടികൾ മുടക്കി നിർമ്മിച്ച റോഡിൽ ഈ 2 കുഴികളിലും ഉറവ് പോലെ വെള്ളം വരുന്നുണ്ട്. യാത്രക്കാർക്ക് അപകട ഭീഷണി തീർത്ത ഇത്തരം കുഴികൾ മൂടുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവേണ്ടതുണ്ട്. കീഴൂരില്ല മിൽമ ബൂത്തിലെ രാജീവ് കാട്ടിന് ഇവിടെ നിന്ന് വീണിട്ട് അതൊക്കെ 4-5 സ്റ്റിച്ചാണ് കൈക്കും കാലിലൊക്കെ. എല്ലാവരും ഓരോ ദിവസവും എല്ലാ ആൾക്കാരും ഇങ്ങനെ വീടുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിന്നലെ 2 കല്ലെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴയിലോട്ട് അവിടെ വെച്ചായിരുന്നു വീകാണ്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീടുകൊണ്ടേ ഇരിക്കുമല്ലോ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
റോഡരികിലെ കുഴി വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ചാണപ്പാറയിലാണ് റോഡരികിൽ വൻ കുഴി പ്രത്യക്ഷപ്പെട്ടത്. വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് മൂടിയ റോഡരികുകൾ വാഹനങ്ങൾക്ക് പേടി സ്വപ്നമാകുന്നു. മണത്തണ അമ്പായത്തോട് മലയോര ഹൈവേയിൽ എല്ലായിടത്തും വൻ ഗർത്തമാണ് രൂപപ്പെട്ടത്. ഇതിൽ ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്നത് ചാണപ്പാറയിലെ റോഡരികുകൾ ആണ്. ടാറിംഗ് റോഡിനോട് ചേർന്ന് വലിയ കുഴിയാണ് മീറ്ററുകൾ നീളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട വഴിയാണിത്. വാഹനങ്ങൾ തമ്മിൽ സൈഡ് നൽകുമ്പോൾ കുഴിയിൽ അകപ്പെട്ട് അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. എന്നിരിക്കെ നടപടിയെടുക്കേണ്ടവർ കണ്ടില്ലെന്നടിക്കുകയാണ് ചെയ്യുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ചാണപ്പാറ മുതൽ കേളകം വരെയുള്ള റോഡരികുകളിൽ മിക്കയിടത്തും വലിയ കുഴികളുണ്ട്. അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ കുഴികൾ നികത്തൂ എന്ന നിലപാടിലാണ് അധികാരികൾക്ക്. രാത്രി വരുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. അടിയന്തരമായി റോഡരികുകളിലെ കുഴികൾ അടക്കണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. കുനിത്തല ചൗള നഗറിൽ കനത്ത മഴയിൽ വീടുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് കുനിത്തല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. കുനിത്തല ചൗള നഗറിൽ കനത്ത മഴയിൽ വീടുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് കുനിത്തല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ കുനിത്തല ചൗള നഗറിലെ മുതുകുളത്തിൽ ജെയിൻ ജോസഫ്, വാഴക്കാലയിൽ സുദർശനൻ എന്നിവരുടെ വീടുകളിലേക്കാണ് കനത്ത മഴയിൽ മൺതിട്ട് ഇടിഞ്ഞു വീണ വീട് തകർന്നത്. മൺതിട്ട് ഇടിഞ്ഞു വീണ വീടിന്റെ അടുക്കള ഭാഗവും കിടപ്പുമുറിയും തകർന്നിരുന്നു. വീട് ഉൾപ്പെടെ അപകട ഭീഷണിയിലാണ്. ഞായറാഴ്ച രാവിലെയാണ് കുനിത്തല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. വാർഡ് മെമ്പർ സി യമുനയുടെ നേതൃത്വത്തിൽ സനീഷ് സി, ഷമേജ് ടി കെ, ജയേഷ് പി വി, സുധീഷ് ചെക്കോടൻ, ശ്രീഹരി തുടങ്ങി നിരവധി പേർ മണ്ണ് നീക്കം ചെയ്യൽ പ്രവൃത്തിയിൽ പങ്കാളികളായി. കഴിഞ്ഞ ദിവസത്തെ വലിയ മഴയിലാണ് കുനിത്തലയിലെ സുദർശനാട്ടൻ്റെയും അതുപോലെ ജയനാട്ടൻ്റെയും വീട്ടിലെ പുറകുവശത്തെ മണ്ണ് വലിയ രീതിയിൽ ഇടിഞ്ഞ് വീടിന് ഭീഷണിയാകുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. അന്ന് തന്നെ നാട്ടുകാരുടെ നമ്മുടെ എല്ലാം നേതൃത്വത്തിൽ കുറച്ച് മണ്ണെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റാൻ വലിയ പ്രയാസമാണ്. എങ്കിലും വീടിൻ്റെ ചുമരിനോട് ടൈറ്റായി നിൽക്കുന്ന മണ്ണ് എടുത്തു മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അഭിപ്രായപ്പെടുകയും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആ പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് ഡിവൈഎഫ്ഐ എന്നതിൽ നേരത്തെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഡിവൈഎഫ്ഐ എന്നതിലുള്ള നേതൃത്വപരമായ പങ്ക് തീരുമാനമെടുത്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ ആളുകളും ഇതിനകത്തേക്ക് സഹകരിച്ചുകൊണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. രണ്ട് വീട്ടിലെയും മണ്ണ് ഈ ചുമരിനോട് ടൈറ്റായിട്ട് വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റേണ്ട ശ്രമഫലമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏകദേശം ആ ഒരു മണ്ണ് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ്, ആ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ആളുകൾ പിന്നെ ഇവിടെ ഉണ്ട്. നമ്മളോട് സഹകരിച്ച് വന്നിട്ടുള്ള എല്ലാ ആളുകളും പൂർണ്ണമായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ആ മണ്ണ് നമുക്ക് മാറ്റി ഈ പണി ഭീഷണിയില്ലാത്ത നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഉളിയൽ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഉളിയിൽ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി പി സോമൻ, സി രഘുനാഥ്, പി എസ് പ്രകാശ്, ഇ പി സുമേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇരട്ടിയിൽ വെച്ച് നടന്നു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ AKPBA കണ്ണൂർ ജില്ലാ സമ്മേളനം ഇരട്ടി M2H ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം നമുക്കറിയാം, ലോകത്തെ ജനസംഖ്യയിൽ ഇന്ന് ഒന്നാമത്തെ രാജ്യമായിട്ട് നിൽക്കുകയാണ്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ്. ആ മുന്നേറ്റത്തിൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നുണ്ട്. പൊതുമേഖലയുണ്ട്, സ്വകാര്യ മേഖലയുമുണ്ട്. ബാങ്കുകളുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ബാങ്കുകളുടെ വായ്പ നിരക്ക്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളുമെല്ലാം രാജ്യത്തിന്റെ വികസനത്തിന് പൊതുമേഖലാ ബാങ്കുകൾ ഏറ്റവും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ
പ്രമുഖമായിട്ടുള്ള ബാങ്കുകളെ ദേശവൽക്കരിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് നൽകിയത് എങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ കൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വകാര്യ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ ആവശ്യം, ഇതിലെ ഇടപാടുകാർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് വിജോയ് വർഗീസ്, ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോപു, ജില്ലാ ട്രഷറർ സെബാസ്റ്റ്യൻ തോമസ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ, സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി, AP കൃഷ്ണകുമാർ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിനീസ് ജോസഫ്, പ്രജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് TT ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വാണിയപ്പാറ ചരളിൽ വീട്ടുപറമ്പിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. വാണിയപ്പാറ ചരളിൽ വീട്ടുപറമ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. ഇരട്ടി ഡെപ്യൂട്ടി റേഞ്ചർ ജിജിലിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരനും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രാഹുൽ, അമൽ, വാച്ചർ അജിൽ, അഭിജിത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി കൈരാതി കിരാത ക്ഷേത്രത്തിൽ രാമായണം പ്രശ്നോത്തരിയും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കൈരാതി കിരാത ക്ഷേത്രത്തിൽ രാമായണം പ്രശ്നോത്തരി, പാരായണ മത്സരം, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. ക്ഷേത്രം രക്ഷാധികാരി വത്സന്തലിംഗേരി ഉദ്ഘാടനം ചെയ്തു. ഇതുവരെയുള്ള കഠിനമായ പരിശ്രമത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം ജഗദീശ്വരന്റെ കൃപാകടാക്ഷത്തോടുകൂടി പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഇനിയുള്ള പരീക്ഷകളിലും ജീവിത പരീക്ഷണങ്ങളിലും വിജയിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ SSLC +2 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പുതിയ വിദ്യാലയങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടി അവിടെ ക്ലാസ്സുകൾ ആരംഭിച്ച് പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യാപകരെയും എല്ലാം കണ്ടും പരിചയിച്ചു എത്തിച്ചേർന്ന പുതിയ ക്ലാസ്സിലും വിദ്യാലയത്തിലും അപരിചിതത്വം മാറിക്കൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായിരിക്കും ഇപ്പോൾ. ക്ഷേത്രം പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. A പത്മനാഭൻ, NV പ്രജിത്ത്, AV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് ആറളം മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ആറളത്ത് ഉമ്മൻചാണ്ടി കാരുണ്യ സ്പർശം സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ഇരട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് ആറളം മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ആറളത്ത് നടത്തിയ ഉമ്മൻചാണ്ടി കാരുണ്യ സ്പർശം സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് KPCC അംഗം റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. PP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഷിജി നടുപ്പറമ്പിൽ, സാജു യോമസ്, A കുഞ്ഞിരാമൻ, തോമസ് വർഗീസ്, M അജേഷ്, ഷാനിദ് പുന്നാട്, അയൂബ് ആറളം, അമൽ മാത്യു, C നാസർ, ജെസ്സി ഉമിക്കുഴി, K വാസ് മാസ്റ്റർ, K സുമേഷ് കുമാർ, V പ്രകാശൻ,
ഫാസിൽ ആറളം, ഗീതു എന്നിവർ സംസാരിച്ചു. വികസനത്തിനോടൊപ്പം നാടിന്റെ ജനങ്ങളെ ചേർത്ത് പിടിച്ച കാരുണ്യത്തിന്റെ സ്പർശം ജനങ്ങൾക്ക് നൽകിയ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ച, 24 മണിക്കൂറിൽ 20 മണിക്കൂറും ആലങ്കാരികമായി പറയാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനസമ്പർക്ക പരിപാടിയിലൊക്കെ കടന്നു വരുമ്പോൾ 8 മണിക്ക് വന്നാൽ പുലർച്ചെ 2-3 മണിക്ക് നിന്ന നിൽപ്പിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. ഇരിട്ടി വട്ടേറയിലെ പടുവിലാൻ ജാനകിയമ്മ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ പൂലേരി അനന്തൻ, മക്കൾ മനോഹരൻ, ബാലകൃഷ്ണൻ, രവീന്ദ്രൻ, ഗോവിന്ദൻ, പ്രേമൻ, പ്രകാശൻ, വത്സല, മരുമക്കൾ കമല, പത്മജ, ശൈലജ, ബിന്ദു, ഇന്ദു, സുജിത, ജനാർദ്ദനൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമേഖലയിൽ വിശ്രമമില്ലാതെ രക്ഷാദൌത്യം. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് തിരയാൻ ചൂരൽമലയിൽ ഐബോർഡ് പരിശോധന. ഭൂമിയിലും വീടിനും വിള്ളൽ. ശാന്തിഗിരി കൈലാസം പടിയിൽ തയ്യൽ ഷൈനിയും കുടുംബവും കഴിയുന്നത് ഭീതിയോടെ. ഭൂമിയിലും റോഡിലും വിള്ളൽ. കണിച്ചാർ കേളകം പഞ്ചായത്തുകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കാണാതായ വയോധികനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായത്. അപകടക്കെണിയൊരുക്കി ഇരിട്ടി പയഞ്ചേരി മുക്കിലെ റോഡിലെ കുഴി. ചാണപ്പാറയിലും റോഡരികിലെ കുഴി വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.